3.3 കോടി രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന ഈ ഒരു ലക്ഷറി വീടിന്റെ ഗേറ്റ് മുതൽ തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ലോകത്ത് എവിടെ നിന്നും മൊബൈലിലൂടെ കൺട്രോൾ ചെയ്യാനും കഴിയും. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനായി വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സെക്യൂരിറ്റി ഗേറ്റും കമ്മ്യൂണിറ്റി പാർക്കും ഉൾപ്പെടെ എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷറി വില്ല പ്രോജക്റ്റിനുള്ളിലാണ് 8.5 സെന്റിൽ 4000 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു അൾട്രാ ലക്ഷറി 4BHK വീട് പണിതിരിക്കുന്നത്. വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു മനോഹരമായ കോട്ടയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു സിമിലർ തീം തന്നെയാണ് വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സിമിലർ ആയ ഒരു സ്പേസ് ഫസ്റ്റ് ഫ്ലോറിലും അവൈലബിൾ ആണ്. വീടിനുള്ളിലെ എല്ലാത്തരം അമ്യൂണിറ്റീസും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവാണ്. മെയിൻ റോഡിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് ഈ ഒരു വില്ല പ്രോജക്റ്റിനുള്ളിലേക്ക് വരുന്നത്. ഇവിടെ എൻട്രൻസിലേക്ക് എത്തുമ്പോൾ തന്നെ സെക്യൂരിറ്റി ക്യാബിൻ കാണാൻ കഴിയും. 24/7 സെക്യൂരിറ്റി സർവീസസും സർവൈലൻസ് ക്യാമറകളും അവൈലബിൾ ആണ്. ആകെ മൊത്തത്തിൽ 22 വീടുകളാണ് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റിനുള്ളിൽ വരുന്നത്. ഇവിടെ ഇനിയും കുറച്ച് പ്ലോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അതിനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്ന റോഡ് മുഴുവനായി ടാർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിലേക്കുള്ള പോർഷൻ മുഴുവനായും ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്റർലോക്കിംഗ് മാത്രമല്ല, ഗൾഫിലൊക്കെ കാണുന്നത് പോലെ ഒരു UAE മോഡലിലാണ് ഈ ഒരു ഏരിയ മുഴുവനായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ വീടിന്റെ മുന്നിലും ഈന്തപ്പനകൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു എൻഡിലേക്ക് വരുമ്പോഴേക്കും ഒരു കമ്മ്യൂണിറ്റി പാർക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇവന്റ്സ് സംഘടിപ്പിക്കാനോ ഒരു പ്ലേയിങ് ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണിത്. ചെറിയ ഒരു ടീ പാർട്ടിയോ ബർത്ത്ഡേ ഫംഗ്ഷൻസോ റെസിഡൻഷ്യൽ പ്രോഗ്രാംസോ അങ്ങനെ എന്തിനും ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോജക്റ്റിന്റെ മുഴുവൻ വർക്കും പൂർത്തിയാകുമ്പോഴേക്കും ഈ ഒരു ഏരിയ മുഴുവനായി അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ് ഈ ഒരു വില്ല പ്രോജക്റ്റിന്റെ ഒത്ത നടുക്കായിട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആസ്കിംഗ് പ്രൈസ് 3.3 കോടി രൂപ വില വരുന്ന ഈ ഒരു ലക്ഷറി വീട്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 8.5 സെന്റിൽ 4000 സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് അധികം മോഡേൺ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് ആയി തന്നെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ. ആദ്യമേ തന്നെ ഫ്രണ്ട് ഫസൈഡ് മോഡേൺ ആർക്കിടെക്ചർ ഡിസൈൻസ് കൊടുത്തുകൊണ്ട് ഒരു പ്രീമിയം കളർ തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നാച്ചുറലിന്റെ തീമും വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ ബ്ലെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സിനുള്ളിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയ സീനിക് ലൊക്കേഷനിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം 22ഓളം വീടുകളാണ് ഈ ഒരു ഏരിയക്കുള്ളിൽ വരുന്നത്. ഇതെല്ലാം തന്നെ പ്രീമിയം ലക്ഷറി വില്ല പ്രോജക്റ്റുകളാണ്. ഇവിടെ ഇപ്പോൾ മറ്റു വീടുകളും സെയിലിൽ അവൈലബിൾ ആണ്. അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന്റെ ഓരോ സ്പേസസിലും അതിന്റേതായ പ്രത്യേകതകൾ കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഈ 2 സ്പേസുകളും ഡീറ്റെയിൽഡ് ആയി കാണേണ്ടത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ. ഈ വീടിന്റെ എല്ലാത്തരം ഫീച്ചേഴ്സും ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമേ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയ ഒരു ഇലക്ട്രോണിക് ഗേറ്റ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മോണിറ്ററിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തുടങ്ങി വീടിനുള്ളിലെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും മൊബൈലിലൂടെ ലോകത്ത് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം വീടിന്റെ 4 ചുറ്റിലും CCTV സർവൈലൻസ് ക്യാമറകളും ഫിക്സ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫ്രണ്ട് ഗേറ്റിലൂടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ 4 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് ചെയ്യുന്ന സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ് എത്തിച്ചേരുന്നത്. ഈ സ്പേസ് മുഴുവൻ ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വീടിന്റെ സിറ്റ് ഔട്ട് ഏരിയ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഒരു കോർട്ട്യാർഡ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗും ഗാർഡനിങ്ങും ഒക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു നേച്ചർ തീം തന്നെ വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ഫോളോ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സിലുള്ളതാണ് ഈ ഒരു വീട് വരുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അക്ഷയ സെന്ററിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും വെറും 6 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 10 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു സ്പേസ് വീടിന്റെ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസ് എന്ന് തന്നെ പറയാൻ കഴിയും. വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന കോർട്ട്യാർഡ് സ്പേസ് ആണിത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി ബെഡ്റൂമിനൊപ്പം തന്നെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ. ഇനി ഇവിടെ കാണുന്നത് വീടിന്റെ മുന്നിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു വളരെ സ്പേഷ്യസ് ആയ മോഡേൺ സിറ്റ് ഔട്ട് ഏരിയ ആണ്. കാണുന്നത് പോലെ തികച്ച സ്പേഷ്യസ് ആയ ഒരു സിറ്റിംഗ് ഏരിയ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ മുതൽ തുടങ്ങി വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ഫ്ലോറിംഗിൽ ഈ കാണുന്ന സിംബോളയുടെ ഫുള്ളി വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കാണുന്ന വിൻഡോസ് എല്ലാം തന്നെ ടഫ് ഓൺഡ് ഗ്ലാസിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവസി ഓർ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ വുഡ് വർക്സിനും തേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയ മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് തൽക്കാലം ഒരു ഡെക്കറേറ്റീവ് സ്പേസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊവിഷൻസിനായാണ്
തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസ് ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ടി വി യൂണിറ്റും അവൈലബിൾ ആണ്. ഈ ഒരു ടി വി യൂണിറ്റിന്റെ താഴെയായിട്ടാണ് വീടിന്റെ CCTVയും മറ്റു ഓട്ടോമേഷൻസും എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ആവശ്യമാണ് വീടിന്റെ ഏത് കോർണറിലേക്കും പ്ലഗ് പോയിന്റ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ എവിടേക്ക് നോക്കിയാലും നിങ്ങൾക്ക് പ്ലഗ് പോയിന്റ് കാണാൻ കഴിയും. പ്ലഗ് പോയിന്റ് മാത്രമല്ല, സോക്കറ്റിൽ തന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ കഴിയുന്ന ഫെസിലിറ്റീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ സെപ്പറേറ്റഡ് ആയ ഡൈനിങ് സ്പേസ് ഏരിയയിലേക്കാണ് എത്തിച്ചേരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിൽ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു നാച്ചുറൽ ആംബിയൻസ് കിട്ടുവാനായി വാട്ടർഫോളും ചെടിയും വച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ നേരെ ഫ്രണ്ടിലായി കാണുന്ന ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ മൊത്തം വരുന്ന ഒരു ടഫേർഡ് ഗ്ലാസ് വിൻഡോയും എടുത്ത് കാണിക്കുന്നത് തന്നെയാണ്. ഈ ഒരു വിൻഡോയും ഓട്ടോമേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ കൊണ്ടും ഈ ഒരു വിൻഡോ തുറക്കാവുന്നതാണ്. ഇതുകൂടാതെ ഡൈനിങ് സ്പേസിന്റെ ഒരു സൈഡിലായി വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമും മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും കാണാൻ കഴിയും. അതിന് മറു സൈഡിലായിട്ടാണ് ലിവിംഗ് സ്പേസും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നത്. ഇത് കഴിഞ്ഞ് വാട്ടർഫോളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ നമുക്ക് സ്റ്റെയർ കേസ് ഏരിയയും വാഷിംഗ് ഏരിയയും കാണാൻ കഴിയും. ഈ ഒരു സ്പേസും തീർത്തും എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയി തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായി കാണാൻ കഴിയുന്ന സ്റ്റെയർ കേസ് ഏരിയയെ പറ്റി ഡീറ്റെയിൽഡ് ആയി തന്നെ പറയേണ്ടതുണ്ട്. അതിന് തൊട്ട് മുൻപേ വാഷ് ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. കോളർ എന്ന ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള വാഷ് ബേസിൻ തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഷ് ബേസിൽ ഒരു സ്ലിറ്റ് പോലെ കാണുന്ന ഈ ഒരു പോർഷൻ ഹാൻഡ് ഡ്രയർ ആണ്. ആവശ്യമെങ്കിൽ അതും കൂടെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് പുറകിലായി കൊടുത്തിരിക്കുന്ന ഈ ഒരു വലിയ ഗ്ലാസ്സിലും ഒരു പ്രത്യേകതയുണ്ട്. ഇത് സെൻസർ ആക്ടിവേറ്റഡ് ആണ്. കാണാൻ കഴിയുന്നത് പോലെ ഹാൻഡ് ജെസ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസും ഒക്കെ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസ് ഏരിയയുടെ താഴ്ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടേക്ക് വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമും വീടിന്റെ തന്നെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിനുള്ളിലാകെ മൊത്തം 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും 2 ബാൽക്കണികളുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ടെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ ഏത് കോർണറിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് പവർ ഔട്ട്ലെറ്റ്സ് കാണാൻ കഴിയും. അതുകൂടാതെ ബെഡ്റൂമിൽ ഓട്ടോമേഷൻ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാതെ ലൈറ്റിംഗ് തീംസും ഷെഡ്യൂൾഡ് ഓട്ടോമേഷൻസും ഒക്കെ തന്നെ മൊബൈലിലൂടെയും കൺട്രോൾ ചെയ്യാവുന്നതാണ്. വീടിനുള്ളിലെ 4 ബെഡ്റൂംസും സിമിലർ സൈസസിലും സിമിലർ സ്പെസിഫിക്കേഷൻസിലും തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസിലും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും ഓട്ടോമേഷൻസും കൊടുത്തിട്ടുണ്ട്. തികച്ചും പ്രീമിയം മോഡേൺ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വാർഡ്രോബ്സും ഒരുക്കിയിട്ടുള്ളത്. കാണുന്നത് പോലെ ഒരുപാട് തരം മോഡേൺ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസും ഇതിൽ എക്യൂപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാത്തരം എക്യുപ്മെന്റ്സും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ബ്രാൻഡഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബ് പോലും ഹെറ്റിച്ച് എന്ന ബ്രാൻഡിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഈ ഒരു വിൻഡോയുടെ മുകളിലായി സെൻസേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ ഒരു കോർട്ട്യാർഡ്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഒരു ഈവനിംഗ് ടൈം ഒക്കെ നൈസ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണിത്. ഇതിന് മുകളിലായി ലൊക്കേഷന്റെ എസ്തെറ്റിക്സിന് ബാധിക്കാത്ത രീതിയിൽ ഒരു റൂഫിംഗും വരുന്നുണ്ട്. അതുകൂടെ വരുമ്പോഴേക്കും ഒരു ടേബിൾ ഒക്കെ ഇട്ട് ഈവനിംഗ് ടൈം ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഇതുപോലൊരു സിമിലർ സ്പേസ് ഫസ്റ്റ് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട്. ഇനി മാസ്റ്റർ ബെഡ്റൂമിന്റെ വാർഡ്രോബിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂംസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള സാനിറ്ററി ഫിക്ചേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിനുള്ളിലെ പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാതരം സാനിറ്ററി ഫിക്ചേഴ്സിനും കോള എന്ന ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻബിൽഡ് സിസ്റ്റവും ഇലക്ട്രോണിക്കൽ ഓപ്പറേഷൻസും ഒക്കെ വരുന്നതാണ് ഈ ഒരു വാൾ മൗണ്ടഡ് വാട്ടർ ക്ലോസറ്റ്. ഇനി എല്ലാ ബാത്റൂംസിലും ഫോൾ സീലിംഗും ചെയ്തിരിക്കുകയാണ്. ഫോൾ സീലിംഗിൽ തന്നെയാണ് സീലിംഗ് എക്സോസ്റ്റും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ സെപ്പറേറ്റഡ് ആയ ഒരു ഷവർ ഏരിയ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ റെയിൻ ഷവറും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫോസിറ്റ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നും അടുത്ത് പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ആദ്യമേ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ വളരെ സിമിലർ ആയ സ്പേസും ഫീച്ചേഴ്സും തന്നെയാണ് ഇവിടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫ്രോസ്റ്റഡ് ഡോർസും ഈ കാണുന്ന ഫീച്ചേഴ്സും എല്ലാം എല്ലാ ബാത്റൂംസിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടേക്ക് വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു എൻട്രൻസിലായി ഒരു സെർവിംഗ് ടേബിൾ ആക്കി യൂസ് ചെയ്യാൻ കഴിയുന്ന കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറകിലായി തന്നെ ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇനി മെയിൻ കിച്ചണിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ കാണാൻ കഴിയുന്നത് പോലെ വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ആദ്യമേ തന്നെ എടുത്തു കാണിക്കുന്നത് സെന്റർ പോർഷനിലായി കാണാൻ കഴിയുന്ന ഈ ഒരു ഓവൻ പ്ലസ് കുക്ക് ടോപ്പ് സ്പോക്ക് എക്സോസ്റ്റുമാണ്. സ്ലീക്കിന്റെ ഫ്രീ സ്റ്റാൻഡിംഗ് മോഡലിൽ 4 ബർണർ കുക്ക് ടോപ്പും ഓവനും കൂടെ വരുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നേരെ മുകളിലായി ഫേബറിന്റെ സ്മോക്ക് എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റീസിനായി ഒരുപാട് തരം ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. ഇതുകൂടാതെ ഒരു കോർണറിലായി ടോൾ യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്പേഷ്യസും എഫിഷ്യന്റുമായ ഒരു കിച്ചണിന് തൊട്ട് പിറകിലെ ഒരു വർക്ക് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് തരം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. കാണാൻ കഴിയുന്നത് പോലെ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും സ്റ്റോറേജ് ക്യാബിനറ്റ്സും ഡിഷ് വാഷർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തികച്ചും ബ്യൂട്ടിഫുളും എസ്തെറ്റിക്കലി പ്ലീസിംഗുമായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്.
കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസ് നിങ്ങൾ ആദ്യമേ കണ്ടതാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഏരിയയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയി ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയിലും സെൻസേഴ്സ് ഒക്കെ വച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. സ്റ്റെയർ കേസിന് അടുത്തോട്ട് നടന്നു കയറുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായി സ്റ്റെയർ കേസിലെ ലൈറ്റ്സ് എല്ലാം തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. അതിനോടൊപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന വലിയൊരു വിൻഡോയും ഓട്ടോമേഷൻ യൂസ് ചെയ്തുകൊണ്ട് തുറക്കാവുന്നതാണ്. വീടിന്റെ രണ്ട് സൈഡിലും ഏറ്റവും വലിയ വിൻഡോസ് തന്നെ കൊടുത്തിട്ടുണ്ടെന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാച്ചുറൽ സൺലൈറ്റ് തന്നെ വീടിനുള്ളിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയുടെ ഫ്ലോറിംഗ് ആയാലും മുഴുവനെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം വോം എലിവേറ്റിംഗ്സ് കൂടെ കൊടുക്കുമ്പോൾ തികച്ചും പ്രീമിയം ലുക്ക് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നാൽ മറു സൈഡിലെ ഡബിൾ ഹൈറ്റ് ഏരിയയും ഫസ്റ്റ് ഫ്ലോറിലെ ഹോളും കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലാകുമ്പോൾ ഒരു ഹോളും ഒരു ലിവിംഗ് സ്പേസും 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും 2 വലിയ ബാൽക്കണികളും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്പേസിലേക്ക് വന്നാൽ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. കാണാൻ കഴിയുന്നത് പോലെ ഗ്രൗണ്ട് ഫ്ലോറിന് വളരെ ഐഡന്റിക്കൽ ആയിട്ടാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡറി ടിവി യൂണിറ്റും ഡബിൾ ഹൈറ്റ് ഏരിയയും ഒക്കെ തന്നെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും സീലിംഗ്സിലായി സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കളേഴ്സ് ഒക്കെ ചേഞ്ച് ആവുന്നതാണ്. ഇനി ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ബാൽക്കണിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇതുകൂടാതെ ഒരു ബാൽക്കണി കൂടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അവൈലബിൾ ആണ്. കാണുന്നത് പോലെ ഇത്രയും സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലക്ഷറി ഫീൽ ലഭിക്കുന്ന ഒരു സ്പേസ് ആയിരിക്കും ഇത്. ഒരു സോഫ സെറ്റോ ടീ ടേബിളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ലുക്ക് തന്നെ ലഭിക്കുന്ന ഒരു സ്പേസ് ആക്കി തന്നെ ഇതിന് മാറ്റാൻ കഴിയും. ഗൾഫിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ ലക്ഷറി ബാൽക്കണി ലുക്ക് തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ആണിത്. ഇനി ഇവിടെ നിന്നും അടുത്ത് കാണാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ 2 ബെഡ്റൂംസ് ആണ്. ഈ 2 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ളവ തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസിന് വളരെ സിമിലർ ആയി തന്നെയാണ് ഈ 2 ബെഡ്റൂംസും ഒരുക്കിയിട്ടുള്ളത്. ആദ്യമേ കാണുന്ന ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി കൂടെ അവൈലബിൾ ആണ്. ഇനി ഈ വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു വില്ല പ്രോജക്ട് മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത്. 22ഓളം വീടുകൾ വരുന്ന ഈ ഒരു ലക്ഷറി വില്ല പ്രോജക്റ്റിന്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ഒരു പ്രീമിയം വില്ല നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ചുടുകല്ലിലാണ് വീടിന്റെ നിർമ്മാണം. 8.5 സെന്റിൽ 4000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും 2 ബാൽക്കണികളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗൾഫിലൊക്കെ കാണാൻ കഴിയുന്ന റെസിഡൻഷ്യൽ പ്രോജക്ട്സിന്റെ മാതൃകയിലാണ് ഈ ഒരു മുഴുവൻ കമ്മ്യൂണിറ്റി സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സിനുള്ളിൽ തന്നെ നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ വളരെ പീസ്ഫുൾ ആയ നാച്ചുറൽ ഫ്രണ്ട്ലി ലൊക്കേഷനിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ലൊക്കേഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വട്ടിയൂർക്കാവ് അക്ഷയ സെന്ററിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വില്ല പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും 150 മീറ്റർ മാത്രമാണ് ഈ ഒരു ഏരിയയിലേക്കുള്ള ദൂരം. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏരിയ എന്നതിലുപരി 24/7 സെക്യൂരിറ്റി സർവീസസും CCTV സർവൈലൻസും അവൈലബിൾ ആയ ലൊക്കേഷൻ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും ഒന്നും ഒരു പ്രശ്നവും വരുന്നില്ല. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഏരിയയുടെ ഡെവലപ്മെന്റും ഏറ്റവും ടോപ്പ് നോച്ച് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയക്ക് മാത്രമായി ഇൻഡിവിജ്വൽ പൈപ്പ് കണക്ഷനും ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസും എല്ലാം തന്നെ സെപ്പറേറ്റഡ് ആയി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സർവീസസും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇനി ഇവിടെ കാണുന്നതാണ് തൊട്ട് മുന്നേ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസ്. ഗ്രൗണ്ട് ഫ്ലോർ കണ്ട ആ ഒരു കോർട്ട്യാർഡ് ഏരിയക്ക് വളരെ സിമിലർ ആയിട്ടാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സോ ഫാമിലീസോ ആയിട്ടൊക്കെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണിത്. നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു പ്രൊജക്ടർ ഒക്കെ വെച്ച് നൈറ്റ് സ്കൈ ഒക്കെ വാച്ച് ചെയ്ത് ഒരു മൂവി ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിരിക്കും ഇത്. ഇതിനപ്പുറം പല രീതിയിലും ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ടെറസ് ഫ്ലോറിലേക്ക് വന്നാൽ നല്ലൊരു ഫ്ലോർ സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയയുടെ മുഴുവൻ വ്യൂവും ഇവിടെ നിന്ന് വാച്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ കാണുന്നത് വീടിന്റെ വാട്ടർ സപ്ലൈക്കുള്ള പ്രഷർ പമ്പാണ്. കിഴക്ക് ദർശനം കൊടുത്തുകൊണ്ട് മുഴുവനായി ചുടുകല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന 8.5 സെന്റിൽ 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രീമിയം ലക്ഷറി 4 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 3,30,00,000 രൂപയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും വീട് വിസിറ്റ് ചെയ്യാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്